വൈകാരികമായി എന്നോട് ചോദിച്ചാൽ പൂണൂലിട്ടവരെ എല്ലാം ദൈവങ്ങളായി കാണണം, ദൈവതുല്യരായി കാണണമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ ഭക്തനാണ് ഞാൻ. ദൈവതുല്യനൊന്നും അല്ല, ഞാൻ വെറും ഒരു തന്ത്രിയാണ്. ഭക്തജനങ്ങളെയും ഹിന്ദുക്കളെയും മൊത്തം കേരളീയരൊക്കെ പറ്റിച്ചു നടന്ന രാജീവര് കണ്ടര് എന്തിനാണ് ആ രരട പൊക്കിയപ്പോ സംഗീതർക്ക് എന്തിനാന്ന് ഇത്രമാത്രം പോയപ്പോ ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. വിശകലമായിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: കോടിക്കണക്കിന് ആളുകൾ ഭക്തിയോടെ നമസ്കരിച്ച ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ മകരവിളക്ക് അടുത്ത ഈ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ SIT തയ്യാറാകണം. മന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം കുറ്റവാളിയായി കണ്ട ശങ്കർദാസും സുരക്ഷിതനാണ്. എന്താ ഞാൻ പറയും മോളോട്? ഇത്രയും ദിവസം സ്വർണം കട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് അഹോരാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വിശകല ഒരു ഉന്നത കുല ബ്രാഹ്മണന ആ കേസിൽ പിടിച്ചപ്പോ ഇപ്പൊ പറയുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്ത് ഇവരെ ബോധ്യപ്പെടുത്തണം പോലും. ഒന്ന് എഴുന്നേറ്റ് പോ എന്റെ വിശകല മാടങ്ങള്. എന്റെ കുട്ടി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. തന്ത്രിയും ഹിന്ദു സമാജവും ശബരിമല ഉൾപ്പെടെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രമുള്ള താഴമൺ കുടുംബത്തിൽ തന്ത്രി രാജീവൻ അറസ്റ്റിലായി. ഇവിടെ ഒന്നും നടന്നില്ല. ഹിന്ദു സമാജം ഒറ്റക്കെട്ടായി പറഞ്ഞു കുറ്റം ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇനി തന്ത്രിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും മെത്രാനോ തങ്ങളോ ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു പോയി. വെറുമൊരു ജിഹാദിയായ മദനിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പട്ടപ്പാട് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഈ ചങ്ങ എന്താണ് ഇവിടെ എഴുതത്? ആരാണ് കട്ടത്? ഇയാളുടെ പോസ്റ്റിൽ എന്താണ് പറയുന്നത്? എന്റെ മൊണ്ണ കൃഷ്ണരാജെ, കേസില്ലാ വക്കീലെ, തന്ത്രി കട്ടതിന് ആ പാവം തങ്ങന്മാരും പാവം മെത്രമാരും എന്ത് തെറ്റ് ചെയ്ത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആ ജയിലിൽ കിടക്കുന്ന മദനീനെ നീ എന്തിനാണ് ഈ കേസിൽ കൊണ്ടതിടുന്നത്? നിനക്ക് തന്ത്രീനെ കുറ്റം പറയാൻ കഴിയില്ല, നേരാൻ വണ്ണ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ അകത്ത് വർഗീയത കുത്തിക്കെട്ടി എങ്ങനെയെങ്കിലും ഈ സംഭവം ഒന്ന് വിവാദമാക്കണം. ഇനി നീ നാളെ വന്നിട്ട് എന്താ പറയാന്നറിയാം? തന്ത്രി കണ്ഠരര രാജീവര തന്ത്രിയാക്കിയത് മുസ്ലിങ്ങളാണെന്ന് വരെ നീ പറയും. സംഗതി കുളമായി. തന്ത്രി കണ്ഠരര രാജീവര അറസ്റ്റിൽ കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷിച്ചതാതണ്ണ ഈ സംഭവം നമ്മൾ അറിഞ്ഞത് തന്നെയല്ലേ. നിങ്ങൾ ഇത് മാത്രം അവിടെ പോസ്റ്റ് ചെയ്തത്? നിങ്ങളെ പോസ്റ്റ് കണ്ടാൽ എല്ലാവർക്കും തോന്നും നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കണ്ഠരരെ രാജീവര പോലീസ് സെർച്ച് ചെയ്ത വിവരം മലയാളികളെല്ലാം അറിഞ്ഞിരുന്നു. വേറൊരു കാര്യം എന്താ, ഈ പോസ്റ്റ് ഇട്ടപാട് നമ്മളെ പ്രതീക്ഷിച്ചതാകട്ടെ ഒറ്റ ഉറക്കായിരുന്നു, പൊതച്ചുമൂടി ഒരു ഒറ്റ ഉറക്കം. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുജ്ഞ നൽകാതിരുന്ന തന്ത്രി അകത്ത്. തന്ത്രി അനുവാദം കൊടുത്തില്ല എന്നാണ് നമ്മൾ പണിക്കർ ഇപ്പോഴും പറയുന്നത്. പാളിയിൽ സ്വർണ്ണമല്ല ചെമ്പാണെന്ന് തിരുത്തിയ ഭരണസമിതിയിലെ മൂന്നാമൻ പുറത്ത്. വളരെ നല്ലത്. മൂന്നാമനും നാലാമനും ഒന്നല്ല എന്റെ പണിക്കറെ, ഒന്നാമനാണ് ഈ തന്ത്രി. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ആ അമ്പലത്തിലെ ശബരിമല അമ്പലത്തിലെ ഒന്നാമനാണ് ഈ തന്ത്രി. ഈ തന്ത്രിനെ പൊക്കി കഴിഞ്ഞപ്പോ എന്താണ് പണിക്കർ ഇമാതിരി വൃത്തികെട്ട വർത്താനം പറയുന്നത്? വെറുതെ എന്നോട് തന്നെ കോണിയാക്ക് പാപ്പനെന്ന് വിളിക്കുന്നേ. അപ്പൊ പണിക്കർ പറഞ്ഞത് ഈ തന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണല്ലേ? ആ ശ്രീകോവിലിന്റെ ചാവി അരയിൽ കൊണ്ട് കിടക്കുന്ന തന്ത്രി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ തന്ത്രി എന്താ പൊട്ടനാണോ എന്റെ പണിക്കറെ? അല്ല ഈ പറയുന്ന പണിക്കറാണോ പൊട്ടൻ? എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? യവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. രാജീവരേ, എനിക്ക് 30 വർഷമായി അറിയാം. അറിഞ്ഞുകൊണ്ട് അയ്യപ്പനൊരു ദോഷവും ചെയ്യില്ല. കണ്ഠരര് രാജീവര് നല്ലവരാണെന്നാണ് ഇപ്പോഴും നമ്മുടെ ശ്രീലേഖ മാഡം പറയുന്നത്. ഒന്നുമില്ലല്ലോ. ഇല്ല സാർ. 30 വർഷമായിട്ട് ശ്രീലേഖ മാഡത്തിന് ഈ ഫ്രാഡ് തന്ത്രി കണ്ഠരര് രാജീവരെ അറിയെങ്കിൽ എന്റെ അഭിപ്രായത്തിലില്ല. ഈ ശ്രീലേഖ മാഡത്തിനെ ഒന്ന് ചോദ്യം ചെയ്യണം. 30 വർഷമായിട്ട് ആ ഫ്രോഡിനെ അറിയെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മൾ ശ്രീലേഖ മാഡത്തിന്റെ കയ്യിൽ നിന്നും കിട്ടും കെട്ടോ. ഇവരൊക്കെ IPS ആയിരുന്ന കാലത്ത് അന്വേഷിച്ച കേസിന്റെ അവസ്ഥയുണ്ടല്ല, വളരെ പൈശാചികവും മൃഗീയവുമായിരിക്കും കേട്ടോ. അയ്യോ എന്തിനാണ് സാർ? ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, നിരാകരിക്കാം, സ്വീകരിക്കാം. പുഷ്കറിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങള്. പുഷ്കറിന് മറ്റൊരു മുഖമുണ്ട്. വേറൊരു കാര്യമുണ്ടല്ലോ, ഈ പോസ്റ്റ് നോക്കി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഈ പോസ്റ്റ് ഇട്ടിട്ട് സംഭവം വിവാദമായത് കൂടി എന്നത്തെയും പോലെ ശ്രീലേഖ മാഡം ഈ പോസ്റ്റും മുക്കി അങ്ങൊറ്റ മുങ്ങല്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആളും. ഇത്രയും ദിവസം ശബരിമലയിൽ സ്വർണം കട്ടവനെ പിടിക്കണം എന്ന് പറഞ്ഞ സംഖ്യയിലുണ്ടല്ല, ഈ തന്ത്രി കണ്ഠരര രാജീവര പൊക്കിയപ്പോഴല്ല. ഇനി അങ്ങനെ പിടിക്കണ്ടപ്പ അത്ര നിർബന്ധമൊന്നുമല്ല സ്വർണം കട്ടവനെ പിടിക്കുന്നതെന്ന് നമ്മുടെ സംഖ്യകൾ ഇപ്പം പറയുന്നത്. ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയില് തന്ത്രിമുഖ്യനാവണം, അവിടുത്തെ മേൽശാന്തിയാവണം. അടുത്ത ജന്മങ്ങൾ ഒരു ബ്രാഹ്മണർ ജനിച്ചാൽ മതിയാ. ഇനിയും കഥ തുടരും.